ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ഈസ്റ്റർ ആശംസകൾ. ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കാൻ പോണത് എൻ്റെ അപ്പിച്ചിയുടെ വീട്ടിലാണ്. ഇന്നലെ തന്നെ കുറച്ച് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ. ഇന്നലെ അങ്ങനെ വീട്ടിൽ മാങ്ങ പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പിച്ചിമാർക്ക് കൊടുക്കാൻ വേണ്ടി കൂടി മാങ്ങ കുറച്ചെടുത്ത്. സാധാരണ മിക്ക ഫംഗ്ഷൻസും ഞങ്ങളുടെ വീട്ടിലാണ് ആഘോഷിക്കാറ്. പക്ഷേ ഈ പ്രാവശ്യം അപ്പിച്ചിയുടെ മോന് ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയത് കാരണം ഞങ്ങൾ അവിടെയാണ് ആഘോഷിക്കുന്നത്. ഞങ്ങളങ്ങനെ അപ്പിച്ചിയുടെ വീട്ടിലെത്തി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ അപ്പിച്ചി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫുഡും കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ചൂടൊക്കെ ആയത് കാരണം ഒരു ചെറിയൊരു ഐസ്ക്രീം കഴിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. കഥഭാഗ്യവശാൽ ഞങ്ങൾ 4 പേരുടെ ഐസ്ക്രീം വാങ്ങിച്ച് തിന്നുണ്ടായി. അപ്പം അലൻ ഞങ്ങളുടെ കസിനായിട്ട് വരും. പുള്ളിക്കാരൻ ഇവിടെ ആശുപത്രി അഡ്മിറ്റാണ്. അപ്പോൾ പുള്ളിക്കാരനൊരാഗ്രഹം നമ്മൾ ഐസ്ക്രീം ആയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചെല്ലത്തില്ലെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. 100 രൂപ നമ്മൾ എവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അതുകൊണ്ട് ഒരു ഐസ്ക്രീം വാങ്ങിക്കാം, എന്നിട്ട് സർപ്രൈസ് ചെയ്യാം. ഗായ്സ്, അങ്ങനെ നമ്മൾ സാധനം വാങ്ങിച്ചിരിക്കുകയാണ്. ഇതിന് കാണുന്ന പോലെ 55 രൂപയാണ് അതിന് വില. പൈസ നമ്മൾ പറയുന്നില്ല, അലന് വേണ്ടിയാണ് നമ്മൾ പൈസ ഒന്നും പറയുന്നില്ല. 55 രൂപ മുടക്കുമ്പോൾ സാധനം വാങ്ങിച്ചു. ഇത് ഞങ്ങൾക്ക് 2 പേർക്കും വെയിലായതുകൊണ്ട് ഭയങ്കര വെയിൽ. അപ്പം 0 ഷുഗർ. ഇന്ന് നമുക്ക് ഇത് കൊടുത്ത് അലനെ സർപ്രൈസ് ചെയ്യാം. അടുത്ത് നമ്മൾ വീട്ടിലോട്ട് വേണം. ഇനി ഈസ്റ്റർ ഉച്ചഭക്ഷണം കഴിക്കണം. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ ഈസ്റ്റർ സ്പെഷ്യൽ. ഇതിൽ ചിക്കൻ, പോർക്ക്, ചെമ്മീൻ, ഡക്ക്, എല്ലാത്തര ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഉച്ചക്കത്തെ ഫുഡും കഴിച്ചു കഴിഞ്ഞ് കുറച്ചു നേരം കാറ്റുകൊള്ളാമെന്ന് വിചാരിച്ച് ടെറസിൽ പോയി ഇരുന്നപ്പോഴാണ് അവിടുത്തെ ഞാവൽപ്പഴം ഞങ്ങൾ. പിന്നെ എൻ്റെ അനിയൻ അവിടെ നിന്ന് കോലൊക്കെ തപ്പിപ്പിടിച്ച് എനിക്ക് ആ ഞാവൽപ്പഴം പറിച്ചു തന്നു. പറിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കുറച്ചും കൂടി പഴുക്കാനുണ്ടായിരുന്നു. ഇതെൻ്റെ 2 അനിയന്മാരാണ്. ഞങ്ങൾ 3 പേരും കൂടി ഞാവൽപ്പഴമൊക്കെ കഴിച്ചു. എല്ലാവരും സബ്സ്ക്രൈബ് ആ കിണിങ്ങിണിയും കൂടെ അടിയുള്ള കിണിങ്ങി ലൈക്ക് ഷെയർ